ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മെഡിക്കൽ വീഡിയോ, ഡെൻ്റൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് ടൈം. അത്യാവശ്യം നല്ല ട്രാഫിക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്കൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് പോകാൻ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ മിയാച്ചും കൂടെ തന്നെയുണ്ട് കേട്ടോ. യൂഷ്വലി സാറ്റർഡേസും മൺഡേയും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരേ ഒരു കാര്യം സമയമാണല്ലേ. ജാതിയോ മതമോ ജെൻഡറോ ഒന്നും തന്നെ അതിൽ വ്യത്യാസമില്ല. ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെ സമയമുണ്ട്. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. ലോകത്ത് ആർക്കും തന്നെ എക്സ്ട്രാ സമയം വാങ്ങിക്കാനും സാധിക്കില്ല, അതുപോലെ തന്നെ ആരുടെ സമയം കടമെടുക്കാനും സാധിക്കില്ല. ചെറുതായിട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയൊന്നും ഇല്ലല്ലോ അല്ലേ. നമുക്ക് ക്ലിനിക്കിലേക്ക് പോവാം. സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് കാർട്ടൂൺ കാണുന്ന ഒരാളെയാണ് ഈ കാണുന്നത്. അപ്പോൾ ആളെയും പൊക്കിയെടുത്ത് റെഡിയാക്കി നേരെ നമുക്ക് പാർക്കിംഗ് സ്ലോട്ടിലോട്ട് പോകണം. നമ്മളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു വ്യൂ ഇല്ലേ, ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നല്ല സുഖമാണ് ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ വ്യൂ നോക്കിയിരിക്കാൻ. എത്ര നേരം വെള്ളം അങ്ങനെ ഇരിക്കാനും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഒരു കാര്യം. TV ഒക്കെ ഓഫ് ചെയ്ത് നമ്മളിതേ പോവാണ് കേട്ടോ. ഇനി വൈകിയ ക്ലിനിക്കിലെത്താൻ ലേറ്റ് ആവും. അപ്പോൾ കീ ഒക്കെ എടുത്ത് ഞങ്ങളിതേ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ക്ലിനിക്കിലൊന്നും പോകാൻ പറ്റില്ല, ഇനി ക്ലിനിക്കൽ ലൈഫ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. പക്ഷെ കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കരിയറും നമ്മൾ ഒരു സൈഡിൽ കൂടെ ബിൽഡ് ചെയ്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ അവരൊന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ലൈഫ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാം വേണം. ഫാമിലിയോടുള്ള ടൈമും കുട്ടികളോടുള്ള ടൈമും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയും കുറച്ച് ടൈം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു സ്പേസ്, നമുക്ക് മാത്രമായിട്ട് റിലേറ്റീവ്സോ ഒന്നും അല്ലാത്ത ഒരു ഫ്രണ്ട് സർക്കിൾ, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ ഇടയ്ക്ക് വായിച്ച എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോട്ടാണ് കേട്ടോ. നമ്മൾ എന്താണോ തേടുന്നത് അത് നമ്മളെയും തേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണോ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതിനെ തേടി പോവുക, അതിനെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ലിഫ്റ്റിൽ കയറി നമ്മൾ നേരെ താഴെ പോവാണ് കേട്ടോ. താഴെയാണ് പാർക്കിംഗ് സ്ലോട്ട് ഉള്ളത്. ഇതാണ് എൻ്റെ മിയാച്ചു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലിനിക്കിൽ ഫ്രീ ടൈമിലിരുന്ന് പഠിക്കാൻ വേണ്ടി ബാഗും ബുക്കും എല്ലാം ആയിട്ട് റെഡി ആയിട്ട് എൻ്റെ കൂടെ രാവിലെ വരികയാണ് കേട്ടോ. വർക്കിംഗ് മോംസിന് അവരുടെ കുട്ടികളെ കൂടെ കൂട്ടാൻ പറ്റുന്ന വർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിക്കും നമുക്കൊരു റിലീഫ് തന്നെയാണ്. ഇനി എനിക്ക് തിരക്കുള്ള ദിവസമാണെങ്കിൽ നേരെ അവളെ ഹസ്ബൻഡ് ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ഇരിക്കുക ചെയ്യാറുള്ളത്. അപ്പോഴും ഇതുപോലെ ബാഗും ബുക്കും ഒക്കെ ആൾ കൈക്ക് എഴുതാറുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പപ്പായുടെയും മമ്മിയുടെയും കൂടെ വീട്ടിൽ ഇരിക്കാനും ആൾക്ക് വളരെ ഹാപ്പിയാണ്. വേറൊന്നുമല്ല, അവരുടെ പഠിത്തവും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാനും സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടുള്ള ഒരു കിളിക്കൂടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കൂടാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ആദ്യം ഇത് കണതൽ കൂടാന്നാണ് വിചാരിച്ചത്, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതൊരു കിളിക്കൂടാണ്. അതിൽ കിളിയും വന്ന് കയറുന്നുണ്ട് എന്നുള്ളത്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുക കേട്ടോ. ഇതൊരു റൊട്ടീനാക്കി കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് തന്നെ പിന്നെ ഇഷ്ടമായിരിക്കില്ല. സീറ്റ് ബെൽറ്റ് ഇടുന്നതിൻ്റെ ആവശ്യകതയും സേഫ്റ്റിയും ഒക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തോളും. ഈ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല കേട്ടോ. ആര് വിചാരിച്ചാലും ഡ്രൈവ് ചെയ്യാനൊക്കെ സാധിക്കും. ഡ്രൈവിംഗ് പഠിച്ചിട്ടും പേടിയായിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബിസി ലൈഫ് സ്കെഡ്യൂളിൽ നമുക്ക് ഡ്രൈവിംഗ് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യമൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ തിരക്കുള്ള റോഡിൽ എടുക്കാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഗ്രാജുവലി ഇതെല്ലാം മാറും. നമുക്ക് എല്ലായിടും പാർക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ തിരക്കിലും നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡ്രൈവിങ്ങിൻ്റെ ആദ്യകാലങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു ടെൻഷനും പേടിയും. അതുപോലെ എല്ലാ സ്ഥലത്തും പാർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള പേടികൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ ഓവർകം ചെയ്ത് ഡ്രൈവിംഗ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വൺസ് ഡ്രൈവിംഗ് ആസ്വദിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് സീറ്റ് ഇരിക്കാനേ തോന്നില്ല. എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും തോന്നുക. ഇങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കോട്ടോ. എൻ്റെ ഡ്രൈവിംഗ് കമ്പാനിയനും അതുപോലെ തന്നെ സംടൈംസ് എൻ്റെ വീഡിയോഗ്രാഫറും ഒക്കെ എൻ്റെ മോള് തന്നെയാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതിലെന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പം പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഡോക്ടർ അജ്ന സലീം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.